ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്ഞാനത്തിൻ്റെ പലതരത്തിലുള്ള വിഭാഗങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ദർശനങ്ങളിൽ ജ്ഞാനത്തെക്കുറിച്ചുള്ള നിരൂപണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. ഒന്ന്, ജ്ഞാനം എന്ന് പറയുന്ന പദാർത്ഥം, അതിനെ ഓരോ ദർശനങ്ങളും എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന ഒരു വിഷയം. മറ്റൊന്ന്, എങ്ങനെയൊക്കെയാണ് അതിനെ വിഭജിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ശബ്ദങ്ങളെ, സാങ്കേതിക ശബ്ദങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും. കൂട്ടത്തിൽ ആ കാര്യവും മനസ്സിലാക്കാൻ സാധിക്കും. സാങ്കേതിക ശബ്ദങ്ങളെ പരിചയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഏതർത്ഥത്തിലാണ് ആ പദം പ്രയോഗിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതിൽ ആദ്യം ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പറയണം. ന്യായവൈശേഷിക മതങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിൽ സമവായ സംബന്ധേന ജനിക്കുന്ന ഒരു ഗുണമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് 7 പദാർത്ഥങ്ങളിൽ എവിടെയാണ് അന്തർഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുണത്തിൽ അന്തർഭവിക്കുന്നു എന്ന് പറയണം. ഈ ഗുണമാകട്ടെ ഏത് ദ്രവ്യത്തിൻ്റെ ഗുണമാണ്? ആത്മാവിൻ്റെ ഗുണമാണ്. ആത്മാവ് 9 ദ്രവ്യങ്ങളിൽ പരിഗണിക്കപ്പെട്ട ഒരു ദ്രവ്യമാണ്. ആ ദ്രവ്യത്തിൻ്റെ ഗുണമാണ് ജ്ഞാനം. ഗുണവും ഗുണിയും തമ്മിൽ സമവായ സംബന്ധം ഉണ്ട് എന്നുള്ളത് കൊണ്ട് സമവായ സംബന്ധേന ആത്മാവിൽ ഉള്ള ഒരു ഗുണമാണ് എന്ന് മാത്രമല്ല, സമവായ സംബന്ധേന ആത്മാവിൽ ജനിക്കുന്ന ഒരു ഗുണമാണ്. അപ്പം ആ നിലയ്ക്ക് ജ്ഞാനം എന്ന ഗുണത്തിൻ്റെ സമവായി കാരണമാണ് ആത്മാവ്. സമവായ സംബന്ധേന എവിടെ ജനിക്കുന്നുവോ അതാണല്ലോ സമവായി കാരണം. അപ്പം ആ നിലയ്ക്ക് ജ്ഞാനം എന്ന ഗുണരൂപമായ കാര്യപദാർത്ഥത്തിൻ്റെ സമവായി കാരണമാണ് ആത്മാവ്. അതിൻ്റെ അസമവായി കാരണമാണ് ആത്മമനസ്സംയോഗം. മറ്റുള്ളതൊക്കെ നിമിത്ത കാരണങ്ങളുമാണ്. ജ്ഞാനത്തിൻ്റെ സാധനങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയാദികളോ മറ്റുള്ള പ്രമാണങ്ങളോ ഒക്കെ അതിൻ്റെ നിമിത്ത കാരണങ്ങളായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ഇങ്ങനെ ഈ ആത്മഗുണമായിരിക്കുന്ന ജ്ഞാനം ന്യായവൈശേഷിക ദർശനങ്ങളിൽ 2 തരത്തിൽ പറയപ്പെടുന്നു. ഒന്ന് ജീവജ്ഞാനം, മറ്റൊന്ന് ഈശ്വരജ്ഞാനം. അതിൽ ഇപ്പോൾ സമവായ സംബന്ധേന ഉണ്ടാവുന്നതായിട്ട് പറഞ്ഞ ജ്ഞാനം ജീവന്റെ ജ്ഞാനമാണ്. ജീവാത്മാവിൽ ഉണ്ടാവുന്ന ജ്ഞാനമാണ് ജനിക്കുന്നത്. ഈശ്വരന്റെ ജ്ഞാനം നിത്യമാണ്. അപ്പോൾ സമവായ സംബന്ധേന ജനിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഈശ്വരജ്ഞാനം നിത്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനം, എല്ലാ ജ്ഞാനങ്ങളും അനിത്യങ്ങളല്ല. ഈശ്വരജ്ഞാനം നിത്യമെന്നും ജീവജ്ഞാനം അനിത്യം എന്നും പറയുന്നു. ഈ ഒരു വിഭാഗം ശ്രദ്ധിക്കാവുന്നതാണ്. ഈശ്വരാത്മാവിൽ ഉള്ള ജ്ഞാനം സമവായ സംബന്ധേന നിൽക്കുന്നു എന്ന് പറയാം, ജനിക്കുന്നു എന്ന് പറയരുത്. കാരണം നിത്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈശ്വരനിലുള്ള ജ്ഞാനം, ഈശ്വരാത്മാവിലുള്ള ജ്ഞാനം സമവായ സംബന്ധേനൈവ വിദ്യത്തെ എന്ന് പറയാം എന്നല്ലാതെ സമവായ സംബന്ധേന ഉത്പദ്യത്തെ എന്ന് പറയരുത്. ഈ ജ്ഞാനം, ഈശ്വരജ്ഞാനം നിത്യം ആണെന്ന് മാത്രമല്ല, വേറെയും കൂടി അതിനൊരു പ്രത്യേകത, സർവവിഷയകമാണ്. എല്ലാത്തിനെയും വിഷയീകരിക്കുന്നു. അപ്പോൾ സർവവിഷയകമായ ജ്ഞാനം ഉള്ള ആള് എന്ന അർത്ഥത്തിലാണ് സർവജ്ഞൻ എന്ന ഈശ്വരനെ പറയുന്നത്. സർവജ്ഞ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? സർവവിഷയക ജ്ഞാനവാൻ.
സർവജ്ഞ. ജീവസ്തു അല്പജ്ഞ, കിഞ്ചിത് കിഞ്ചിത് വിഷയകജ്ഞാനവാൻ. എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, ജീവന് പ്രമാണാധീനമായിട്ട് ഉണ്ടാവുന്നതാണ് ജ്ഞാനം. അതുകൊണ്ട് പ്രമാണ വ്യാപാരം ഇല്ലാത്ത സമയത്ത് ജീവന് ജ്ഞാനം ഉണ്ടാവുന്നില്ല. ജീവാത്മാവിൽ ഉണ്ടാവുന്ന ജ്ഞാനം ശരീരാവച്ഛേദേന ജായതേ എന്നൊരു നിയമവും ഉണ്ട്. ആത്മാവിൽ ജ്ഞാനം ഉണ്ടാവുന്നു എന്ന്, സമവായ സംബന്ധേന ഉണ്ടാവുന്നു എന്ന് പറയുമ്പോഴും ആത്മാവിൽ ഉണ്ടാവുന്ന ജ്ഞാനം എവിടെയാണ് ഉണ്ടാവുന്നത്? ശരീരാവച്ഛേദേന ആത്മനി ജ്ഞാനം ജായതേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? ശരീരത്താൽ പരിച്ഛിന്നമായിരിക്കുന്ന ആത്മപ്രദേശം എന്നൊന്ന് കൽപ്പിക്കുക. ആത്മാവ് വിഭുവാണ്, ന്യായമതത്തിലും ആത്മാവ് വിഭുവാണ്. അങ്ങനെയുള്ള വിഭുവായിരിക്കുന്ന ആത്മാവിനെ ശരീരം പരിച്ഛേദിക്കുന്നു. അങ്ങനെ ശരീരത്താൽ പരിച്ഛേദിക്കപ്പെട്ട ആത്മപ്രദേശത്തിലാണ് സമവായ സംബന്ധേന ജ്ഞാനം ഉണ്ടാവുന്നത്, അല്ലാതെ ശരീര അനവച്ഛിന്നമായ ദേശത്തിലല്ല. ശരീര അനവച്ഛിന്നമായിട്ടും ആത്മാവുണ്ട്, പക്ഷെ അവിടെ ജ്ഞാനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഒരു ശരീരം നിർബന്ധമാണ്. അപ്പോൾ ഉടനെ ചോദ്യം വരും, ഈശ്വരന് ശരീരമുണ്ടോ എന്ന്. ഈശ്വരന് ശരീരം നൈയായികന്മാരെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈശ്വരന് ജ്ഞാനമുള്ളത് എന്ന് ചോദിച്ചാൽ, ഈശ്വരന് ജ്ഞാനം ഉണ്ടാവുന്നതല്ല. ഈശ്വരന് ജ്ഞാനം ഉള്ളതാണ്, ഉണ്ടാവുന്നതല്ല. അപ്പം നേരത്തെ പറഞ്ഞ നിയമത്തിനെ ഒന്നും കൂടി മനസ്സിലാക്കണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ, ജനിക്കണമെങ്കിൽ ശരീരാവച്ഛേദേന മാത്രമേ ജനിക്കുകയുള്ളൂ എന്ന് മാത്രമേ നിയമമുള്ളൂ. എന്നല്ലാതെ ജ്ഞാനം നിലനിൽക്കണമെങ്കിൽ ശരീരാവച്ഛേദന നിലനിൽക്കുക എന്നുള്ള നിയമമില്ല. അതുകൊണ്ട് ഈശ്വരന് ജ്ഞാനം ജനിക്കുന്ന ഒന്നല്ല, അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ശരീരത്തിൻ്റെ ആവശ്യമില്ല. ശരീരാവച്ഛേദേന ജ്ഞാനം ജായതേ എന്നല്ലേ നിയമമുള്ളൂ. ഈശ്വരജ്ഞാനം ജായതേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശരീരമില്ലാതെയും ഈശ്വരാത്മാവിൽ ജ്ഞാനം നിലനിൽക്കുന്നു, നിത്യമായ ജ്ഞാനം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു എന്ന് ഉള്ള സിദ്ധാന്തത്തെ നമുക്ക് നിരൂപിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ഈ ജ്ഞാനത്തിന് ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു. ജ്ഞാനം എന്ന അർത്ഥത്തിൽ പര്യായ പദങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രയോഗിക്കാറുള്ള പര്യായ പദങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ബുദ്ധി, ധീഹി, പ്രതീതി, പ്രത്യയ, ബോധ, ജ്ഞാനം, ജ്ഞപ്തി, ചൈതന്യം. ഏതാണ്ട് ഇത്രയും ശബ്ദങ്ങളാണ്. ഇതിൽ കവിഞ്ഞ മിക്കവാറും എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല വേറൊരു ശബ്ദം. ഇത്രയും ശബ്ദങ്ങൾ ജ്ഞാനസാമാന്യ വാചകമായിട്ട് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അതിൽ പല ശബ്ദങ്ങളും നമുക്ക് പരിചിതമാണ്, തെറ്റിദ്ധാരണ വരില്ല. പക്ഷെ ചില ശബ്ദങ്ങൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വഴിയുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധി. ബുദ്ധി എന്നുള്ള വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഭാഷയിൽ ഉപയോഗിക്കുന്നത്, ഭാഷയിലെന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ല സംസ്കൃതത്തിലടക്കം, ബുദ്ധി എന്നുള്ള ശാസ്ത്രത്തിലല്ലാതെ ബുദ്ധി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് എന്ന അർത്ഥത്തിലാണല്ലോ പറയാറുള്ളത്. അപ്പോൾ ബുദ്ധി എന്നുള്ള ശബ്ദം ഇൻ്റലിജൻസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത് സാധാരണ നിലയ്ക്ക്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമല്ല ശരിക്കും, മറിച്ച് ജ്ഞാനം ആർജിക്കാനുള്ള സാമർഥ്യത്തിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ന്യായശാസ്ത്രത്തിൽ മാത്രമല്ല, പൊതുവെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഈ ശബ്ദം ഒരു പാരിഭാഷികമായിട്ട് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ മതി. ബുദ്ധിർജായത്തെ, ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ കഴിവിനെ അല്ല, ആ കഴിവ് കൊണ്ട് ഉണ്ടാകുന്ന അറിവിനെ തന്നെയാണ് ബുദ്ധി എന്നുള്ള ശബ്ദം കൊണ്ട് കുറിക്കുന്നത്. അതേപോലെ ധീഹി എന്നുള്ള ശബ്ദം, പ്രതീതി എന്നുള്ള ശബ്ദം, പ്രത്യയ എന്നുള്ള ശബ്ദം. പ്രത്യയ എന്നുള്ള ശബ്ദം വിശ്വാസം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്, ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്, പിന്നെ വ്യാകരണത്തിലുള്ള പ്രത്യയം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബോധ, ജ്ഞാനം, ജ്ഞപ്തി, ഈ ശബ്ദങ്ങളൊക്കെ മിക്കവാറും ജ്ഞാനം, ജ്ഞപ്തി എന്നുള്ളതൊക്കെ ഇപ്പൊ പ്രതീതി, പ്രത്യയ, ഇവിടെയൊക്കെ എന്താ പറയുക, പ്രത്യയത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പ്രകൃതി ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പ്രത്യയത്തിലുള്ള വ്യത്യാസം കണക്കാക്കിയിട്ടും നമുക്ക് ആ പദങ്ങൾ പരിചയപ്പെടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേറെ അടുത്ത് കാണിച്ചത്. ജ്ഞാനം, ജ്ഞപ്തി, ചൈതന്യം. ചൈതന്യം എന്ന ശബ്ദം ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലരും
ചിന്തിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു കാണിച്ചത്. ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥമാണ്. ചിതി സംജ്ഞാനെ എന്ന് ധാതു, ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ചേതനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനവാൻ എന്നാണ് ശരിക്ക് ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥം. ജ്ഞാനവാൻ ചേതനഃ. ഇപ്പോൾ ശരീരം ചേതനമാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് ചോദിച്ചാൽ, ശരീരം ശരീരത്തിൽ ചൈതന്യം സാക്ഷാത് സംബന്ധേന ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, പരമ്പരാ സംബന്ധേന ഉണ്ട് എന്ന് നൈയായികന്മാർ പറയും. സാക്ഷാത് സംബന്ധേന ജ്ഞാനം അല്ലെങ്കിൽ ചൈതന്യം എവിടെയാണുള്ളത്? ആത്മാവിലാണ് ഉള്ളത്. സമവായ സംബന്ധേന ജ്ഞാനം ആത്മനി ജായതേ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ സമവായ സംബന്ധേന ചൈതന്യം അല്ലെങ്കിൽ ജ്ഞാനം ആത്മാവിലാണ് ഉള്ളതെങ്കിലും പരമ്പരാ സംബന്ധം കൊണ്ട് ശരീരത്തിലും ചൈതന്യം ഉണ്ട്. അതുകൊണ്ടാണ് ചേതന ശരീരം എന്ന് പറയുന്നത് എന്ന് നൈയായികന്മാർ പറയുന്നു. എന്താണ് പരമ്പരാ സംബന്ധം ചോദിച്ചാൽ ഒരു സംബന്ധത്തിന്റെ പേര് പറയും സ്വാശ്രയതാവച്ഛേദകത്വം. സ്വാശ്രയതാവച്ഛേദകത്വ സംബന്ധേന എന്ന് പറയും. ഇങ്ങനെയുള്ള പരമ്പരാ സംബന്ധങ്ങളെയൊക്കെ പറയുന്ന രീതി പിന്നീട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാവും. ഈ പറഞ്ഞതിൻ്റെ ആശയം എന്തേ ഉള്ളൂ? സ്വാശ്രയ അവച്ഛേദകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വം എന്നുള്ളത് ജ്ഞാനം, സ്വാശ്രയ ആത്മാ, അതിൻ്റെ അവച്ഛേദകമാണ് ശരീരം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സ്വാശ്രയാവച്ഛേദകത്വം എന്നുള്ളതൊരു സംബന്ധമാക്കി കണക്കാക്കി ഈ പരമ്പരാ സംബന്ധം കൊണ്ട് ശരീരത്തിൽ ജ്ഞാനം ഉണ്ട് എന്ന് പറയാം. ആ നിലയ്ക്ക് ശരീരം ചേതനം എന്ന് പറയുന്നതിൽ വിരോധമില്ല എന്നിങ്ങനെ നൈയായികന്മാർ വൈശേഷികന്മാരും വിശദീകരിക്കുന്നു. അതേസമയം ചാർവാകന്മാർ, ആത്മാവിനെ അംഗീകരിക്കാത്തവർ, സാക്ഷാത് സംബന്ധേനൈവ ശരീരേ ജ്ഞാനമസ്തി എന്ന് അംഗീകരിക്കുന്നു. ശരീരം തന്നെയാണ് ജ്ഞാനാശ്രയം. ജ്ഞാനാധികരണം ആത്മാ എന്ന സിദ്ധാന്തം സ്വീകരിക്കാതെ ശരീരം തന്നെയാണ് ജ്ഞാനത്തിൻ്റെ ആശ്രയം, ശരീരത്തിലാണ് ജ്ഞാനം ഉണ്ടാവുന്നത്, അല്ലാണ്ട് ശരീരാതിരിക്തമായിരിക്കുന്ന ആത്മാവില്ല, അതുകൊണ്ട് ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്നിങ്ങനെയാണല്ലോ ചാർവാക സിദ്ധാന്തം. അപ്പോൾ ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം തന്നെയാണ് ജ്ഞാനാശ്രയ, ജ്ഞാനാശ്രയം ശരീരമാണ്. സാക്ഷാത് സംബന്ധേന ശരീരത്തിൽ തന്നെയാണ് ജ്ഞാനമുള്ളത് എന്ന് ചാർവാകന്മാർ അവരുടെ സിദ്ധാന്തം കാണിക്കുന്നു. ഈ സിദ്ധാന്തത്തെ മുക്താവലിയിൽ നിരാകരിക്കുന്നുണ്ട്. ശരീരസ്യ ന ചൈതന്യം മൃതേഷു വ്യഭിചാരതഃ എന്ന കാരിക. ശരീരസ്യ ന ചൈതന്യം, ശരീരസ്യ ജ്ഞാനാശ്രയത്വം നാസ്തി. എന്താണ്? മൃതേഷു വ്യഭിചാരതഃ, മൃതശരീരേ വ്യഭിചാരോ ഭവതി എന്നാണ് കാരികയിൽ പറഞ്ഞത്. ശരീരത്തിലാണ് ജ്ഞാനമെങ്കിൽ മൃതശരീരത്തിൽ എന്തുകൊണ്ട് ജ്ഞാനമില്ല? മൃതശരീരവും ശരീരമല്ലേ? ആണ്. അപ്പം അതിലെന്തുകൊണ്ടാണ് ജ്ഞാനമില്ലാത്തത്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല? അങ്ങനെയൊക്കെയുള്ളതിന് മുകളിൽ ചോദ്യങ്ങൾ വരും. അതിന് ചാർവാകന്മാരുടെ വാദവും പ്രതിവാദവും ഒക്കെ ദീർഘമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തായാലും ആ വാദത്തിലേക്ക് പിന്നീട് നമുക്ക് കടക്കാം. ശരീരാതിരിക്ത ആത്മാവിനെ സാധിക്കുന്നത് ഓരോ ദർശനങ്ങളിലും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ചർച്ച ആവശ്യമുണ്ട്. അപ്പോൾ പറയാം. എന്തായാലും ശരീരത്തിലാണ് ആ ജ്ഞാനം ഇരിക്കുന്നത് എന്നുള്ള സിദ്ധാന്തത്തെ നൈയായികന്മാർ ഖണ്ഡിക്കുന്നു. പിന്നെ സർവവ്യവഹാര ഹേതുവാണ് ജ്ഞാനം എന്ന് പറയുന്നു. അതാണ് സർവവ്യവഹാര ഹേതുർ ഗുണോ ബുദ്ധിർ ജ്ഞാനം എന്ന് തർക്കസംഗ്രഹത്തിൽ പറഞ്ഞത്. സർവവ്യവഹാര ഹേതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തദ്വിഷയക വ്യവഹാരം പ്രതി തദ്വിഷയക ജ്ഞാനം കാരണം എന്നൊരു കാര്യകാരണഭാവമുണ്ട്. അപ്പോൾ ഒന്നിനെക്കുറിച്ച് നമുക്ക് വ്യവഹരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അറിവില്ലാതെ വ്യവഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ഗുണമാണ് ജ്ഞാനം എന്നിങ്ങനെ ജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയപ്പെട്ടിരിക്കുന്നു. വ്യവഹാരോ നാമ ജ്ഞാനജനക ശബ്ദപ്രയോഗ എന്ന് പറയും. വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത് പോലെ ശബ്ദം പ്രയോഗിക്കുക എന്നർത്ഥം. അതാണ് വ്യവഹാരോ നാമ ജ്ഞാനജനക ശബ്ദപ്രയോഗ എന്ന് പറയുന്നു. അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇനി ഇപ്പോൾ ചുരുക്കത്തിൽ ന്യായവൈശേഷിക ദർശനത്തിനനുസരിച്ച് ഈ ജ്ഞാനത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു. ഇനി മറ്റുള്ള ദർശനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം.
ചാർവാക ദർശനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ബൗദ്ധ ദർശനത്തിൽ എങ്ങനെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, ബൗദ്ധ ദർശനത്തിൽ ജ്ഞാനം തന്നെയാണ് ആത്മാവ്, ജ്ഞാനാതിരിക്ത വിഷയോ നാസ്തി. ഇങ്ങനെയാണ് യോഗാചാര ബൗദ്ധന്മാരുടെ മതം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ക്ഷണിക വിജ്ഞാനത്തെയാണ്. എന്താണ് ഈ ക്ഷണിക വിജ്ഞാനം എന്ന് ചോദിച്ചാൽ, ക്ഷണം തോറും നമുക്ക് മാറി 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 വരുന്ന അറിവുകൾ, അതിനെയാണ് ക്ഷണിക വിജ്ഞാനം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല. ഒന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും, അത് കഴിഞ്ഞ് മറ്റൊന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും. അങ്ങനെ ഓരോ ക്ഷണത്തിലും അറിവുകൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സിദ്ധാന്തമാണ് യോഗാചാര ബൗദ്ധന്മാർക്കുള്ളത്. അതിൽ നൈയായികന്മാരും ഈ ക്ഷണികത്വം പറയുന്നുണ്ട്, ബൗദ്ധന്മാരും ജ്ഞാനത്തിൻ്റെ ക്ഷണികത്വം പറയുന്നുണ്ട്. എങ്കിലും ചെറിയൊരു വ്യത്യാസം. എന്താണ് വ്യത്യാസം? ബൗദ്ധമതത്തില് ജ്ഞാനം ഒറ്റ ക്ഷണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഉത്പത്തി ക്ഷണം അടുത്ത ക്ഷണത്തിൽ നശിക്കുന്നു. ഉണ്ടാവുന്ന ക്ഷണത്തിൽ ജ്ഞാനം ഉണ്ട്, ഉണ്ടാവുന്നതിൻ്റെ അടുത്ത ക്ഷണത്തിൽ ജ്ഞാനം നശിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷണിക വിജ്ഞാനം എന്ന് പറയുന്നത്. ഉണ്ടാവുന്നതിൻ്റെ അടുത്ത ക്ഷണത്തിൽ നശിക്കുന്നു, ദ്വിതീയ ക്ഷണത്തിൽ നശിക്കുന്നു എന്നർത്ഥം. ഉത്പത്തി ദ്വിതീയ ക്ഷണേ നശ്യതി. ഉത്പത്തിക്ക് ശേഷമുള്ള അടുത്ത ക്ഷണത്തിൽ നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് ജ്ഞാനം എന്നാണ് ബൗദ്ധമതം. നൈയായിക മതത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്ഷണികത്വം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? ഒരു ക്ഷണം കൂടി നിൽക്കുന്നുള്ളതാണ് വ്യത്യാസം. നൈയായിക മതത്തിൽ ഉണ്ടാവുന്ന ജ്ഞാനം ഉണ്ടാവുന്ന ക്ഷണത്തിൽ നശിക്കില്ല, അടുത്തതിൻ്റെ അടുത്ത ക്ഷണത്തിലേ നശിക്കുള്ളൂ. അതായത് മൂന്നാമത്തെ ക്ഷണത്തിലേ നശിക്കുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ഈ ജ്ഞാനത്തെ വെച്ച് ചില കാര്യകാരണഭാവങ്ങളൊക്കെ നിരൂപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ക്ഷണത്തിൽ തന്നെ അത് നശിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിരൂപിക്കാൻ സാധിക്കാണ്ടായി പോകും. ജ്ഞാനത്തെ വെച്ച് കാര്യകാരണഭാവങ്ങൾ എത്രയോ പറയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ അനുമതിക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വ്യാപ്തിജ്ഞാനമാണ് കാരണം എന്ന് പറയും. ഇപ്പോൾ വ്യാപ്തിജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം, അനുമതി എന്ന് പറയുന്ന മറ്റൊരു ജ്ഞാനം, ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തിൻ്റെ കാരണമാണ് എന്നിങ്ങനെ പറയേണ്ടുന്ന നിറയെ ഘട്ടങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരു 2 ക്ഷണമെങ്കിലും അത് നിൽക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഈ കാര്യകാരണഭാവങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതിന് ചില സാങ്കേതികമായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. അതുകൊണ്ട് ബൗദ്ധമതത്തെ നിരാകരിച്ച് നൈയായികന്മാർ എന്ത് പറയുന്നു? ജ്ഞാനം 2 ക്ഷണം ഉണ്ടാവും എന്ന് പറയുന്നു. അതായത് ഉത്പത്തി ക്ഷണം, സ്ഥിതി ക്ഷണം. പിന്നെ മറ്റൊരു കാരണം, ഈ ഉണ്ടാവുന്ന ഒരു വസ്തു നിലനിൽക്കാതെ നശിക്കില്ല, നിലനിൽക്കണം, അല്ലാണ്ട് നശിക്കില്ല. അപ്പം നിലനിൽക്കാൻ ചുരുങ്ങിയത് ഒരു ക്ഷണമെങ്കിലും വേണം. അതുകൊണ്ട് ഉത്പത്തി ക്ഷണ, സ്ഥിതി ക്ഷണശ്ച, അനന്തരം നാശക്ഷണ. അപ്പോൾ 2 ക്ഷണം നിലനിൽക്കുകയും മൂന്നാമത്തെ ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ജ്ഞാനം എന്നാണ് ന്യായവൈശേഷികന്മാരുടെ അഭിപ്രായം. മറ്റുള്ളവരാരും അങ്ങനൊരു നിഷ്കർഷം പാലിക്കുന്നില്ല. 2 ക്ഷണമേ നിൽക്കുള്ളൂ എന്നുള്ളൊരു നിഷ്കർഷമില്ല. 2 ക്ഷണം എങ്കിലും നിൽക്കും എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ വേദാന്തികളായി കഴിഞ്ഞാലും സാഖ്യന്മാരായി കഴിഞ്ഞാലും എല്ലാം ഉണ്ടാകുന്ന ജ്ഞാനം ചുരുങ്ങിയത് 2 ക്ഷണമെങ്കിലും നിൽക്കും. വേണമെങ്കിൽ മൂന്നാമത്തെ ക്ഷണത്തിൽ നശിക്കാം, അതുകൊണ്ട് വിരോധമില്ല. പക്ഷേ വേണമെങ്കിൽ അനേകം ക്ഷണം തുടർച്ചയായിട്ട് നിൽക്കുകയും ചെയ്യാം എന്നൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്നാമത്തെ ക്ഷണത്തിൽ ജ്ഞാനം നശിച്ചു കൊള്ളണം എന്നുള്ളൊരു നിർബന്ധം പിടിക്കുന്നില്ല എന്ന് താല്പര്യം. ഇനി നൈയായികന്മാരായി കഴിഞ്ഞാലും അപേക്ഷാബുദ്ധി എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിനെ ത്രിക്ഷണാവസ്ഥായിയായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. അപേക്ഷാബുദ്ധി, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപേക്ഷാബുദ്ധി എന്ന് പറയുന്ന ജ്ഞാനം, ഈ ജ്ഞാനം ത്രിക്ഷണാവസ്ഥായിയാണ് എന്ന് പറയും. 3 ക്ഷണം നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണ് അപേക്ഷാബുദ്ധി. അപേക്ഷാബുദ്ധി ഒഴിച്ചുള്ള മറ്റെല്ലാ ജ്ഞാനവും, ഉണ്ടാവുന്ന ജ്ഞാനങ്ങളെല്ലാം ദ്വിക്ഷണാവസ്ഥായിയാണ്, ത്രിക്ഷണാവസ്ഥായി അല്ല. ഈശ്വരജ്ഞാനം അനിത്യമല്ലാത്തത് കൊണ്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്. അത് മറക്കരുത്. അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തം. ബൗദ്ധന്മാരുടെ മതത്തിൽ അപ്പോൾ ക്ഷണികത്വം എന്ന് പറഞ്ഞാൽ നൈയായിക മതത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉണ്ടാകുന്ന ക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ, അടുത്ത ക്ഷണത്തിൽ നശിക്കും.
അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തം. എന്ന് മാത്രമല്ല, ഈ ക്ഷണിക വിജ്ഞാനങ്ങളുടെ സമൂഹമാണ് ആത്മാവ് എന്നൊരു മതവും പ്രസിദ്ധമാണ്. അതാണ് ക്ഷണിക വിജ്ഞാനമേവ ആത്മാ എന്നൊക്കെ എഴുതി കാണാം. ക്ഷണിക വിജ്ഞാനമേവ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ അഹം 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 എന്നിങ്ങനെയുള്ള ക്ഷണിക വിജ്ഞാനത്തിൻ്റെ ഒരു സമൂഹം, അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും അവരുടെ അഭിപ്രായം, ഒരു സമൂഹം. അപ്പം നമുക്ക് അഹം 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 എന്നിങ്ങനെയുള്ള വിജ്ഞാനം, ഇതിന് ആലയ വിജ്ഞാനം എന്നൊരു പേര് അവർ പറയും. ആലയ വിജ്ഞാനം, അഹം അഹം എന്നുള്ള വിജ്ഞാനം, ഈ വിജ്ഞാനം നമുക്ക് എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുഷുപ്തിയിൽ അടക്കം അത് തുടരുന്നുണ്ട് നിർവികൽപകമായിട്ട് എന്നാണ് ബൗദ്ധന്മാരുടെ മതം. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി, ഒരു ദേവദത്തൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അയാളുടെ ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഹം 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 എന്നിങ്ങനെ സവികൽപകമോ നിർവികൽപകമോ ആയിട്ട് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ക്ഷണികങ്ങളായ എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം എടുത്തു കഴിഞ്ഞാൽ, അതിനെ ഒരു സമഷ്ടിയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, ആ സമഷ്ടിക്കാണ് എന്ത് പറയുന്നത്? ആത്മാവ് എന്ന് പറയുന്നത്. ഇതാണ് ബൗദ്ധമതം. അല്ലാതെ അയം ഘടക അയം പടഹ എന്നുള്ള ജ്ഞാനമൊക്കെ ആത്മാവ് എന്നർത്ഥമല്ല. ക്ഷണിക വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വിജ്ഞാനങ്ങളുണ്ട്. ഒന്ന് അയം ഘടക അയം പടഹ എന്നിങ്ങനെയുള്ള പ്രപഞ്ച വിജ്ഞാനം, അതും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ വിജ്ഞാനത്തിനെ അല്ല ആത്മാവായിട്ട് ബൗദ്ധന്മാർ കണക്കാക്കുന്നത്, മറിച്ച് അഹം 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 എന്നിങ്ങനെയുള്ള തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ വിജ്ഞാനത്തിൻ്റെ സമൂഹത്തിനെയാണ് ആത്മാവായിട്ട് ബൗദ്ധന്മാരെ, വിജ്ഞാനവാദികളെ കണക്കാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു വിഷയം അവരുടെ സിദ്ധാന്തത്തിലുള്ളത്, അയം ഘടക അയം പടഹ എന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ വിഷയം, ആ വിഷയം ആത്മാവ് തന്നെയാണ്. ജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനത്തിൻ്റെ വിഷയം. ജ്ഞാനത്തിന് പുറത്ത് വിഷയം എന്നൊന്നില്ല. ഇത് ബൗദ്ധമതമാണ്. അദ്വൈതികൾ പറയുന്നത് ഇത് തന്നെയാണ്, തെറ്റിദ്ധരിച്ചവരുണ്ട്. അങ്ങനെയല്ല, അദ്വൈതികൾ പറയുന്നത് ഇതല്ല. അദ്വൈതികൾ ജ്ഞാനം തന്നെയാണ് വിഷയം എന്ന് എവിടെയും പറയുന്നില്ല. അതെന്താണെന്ന് വ്യത്യാസം ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഈ പറഞ്ഞ ബൗദ്ധമതം അദ്വൈതമതം അല്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ബൗദ്ധമതത്തിൽ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി. അതിൽ ഈ ക്ഷണിക വിജ്ഞാനവാദം പറയുമ്പോഴേ ഏകക്ഷണ അവസ്ഥായിത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിസത്തിൽ തന്നെയാണല്ലോ ലോജിക്ക് കൂടുതൽ ഉപയോഗിച്ചത്, അനുമാനം പ്രയോഗം നടത്തിയത്. അപ്പൊ എങ്ങനെയായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക? അതെ, ഞാൻ പറയാം. അത് ബുദ്ധിസത്തിലെ അനുമാന പ്രയോഗം എങ്ങനെയാണ് ഉപപാദിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിസത്തില് ഈ പറയുന്ന കാര്യകാരണഭാവത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയണം. തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. പക്ഷേ ആ മിസ്റ്റേക്ക് ഇല്ലാത്ത തരത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അതായത് ഒരു ക്ഷണത്തിൽ ഉണ്ടാവുന്ന ക്ഷണത്തിൽ തന്നെ അത് മറ്റൊന്നിന് കാരണമാവുന്നു എന്ന് പറയണം. ഉണ്ടാവുന്ന ഓരോ ജ്ഞാനവും അടുത്ത ജ്ഞാനത്തിന്റെ കാരണമാണ്. അങ്ങനെ അതിനെ ഒരു കാര്യകാരണഭാവം അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യകാരണഭാവം പറയാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റുള്ളവർ നിരാകരിക്കുന്നുണ്ട്. കാര്യകാരണഭാവം പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് എന്താ പറയേണ്ട, സക്സസ് ആവുന്നു എന്നർത്ഥം പറയാൻ വയ്യ എന്ന് മാത്രം. അത് കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യകാരണഭാവം പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് നൈയായികന്മാർ ആ വാദത്തെ തള്ളിക്കളഞ്ഞത്. പക്ഷേ ബൗദ്ധന്മാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അനുമാനം പ്രത്യക്ഷമൊക്കെ ഉപാദിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഉണ്ടാവുന്ന ക്ഷണത്തിൽ തന്നെ ആ ജ്ഞാനം മറ്റൊന്നിൻ്റെ കാരണമാകുന്നു എന്നുള്ള സിദ്ധാന്തത്തെ കൊണ്ടുവരുന്നുണ്ട്. അത് വേണമെങ്കിൽ പിന്നീട് ബൗദ്ധമതം എങ്ങനെയാണ് നമ്മൾ സമർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വേറെ നമുക്ക് പറയാം. ബൗദ്ധമതം അറിഞ്ഞിരിക്കണം. സത്യം പറഞ്ഞാൽ ബൗദ്ധമതം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ബുദ്ധന്മാരെ എവിടെയോ പോയി, അവർ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാത്തവരായി തീർന്നു. ബൗദ്ധമതത്തെ നിരൂപണം ചെയ്യണമെങ്കിൽ നമ്മളുടെ തന്നെ ഭാരമാണത്. അതിൻ്റെ ഈ എന്താ പറയുക, തത്വചിന്താവശം ഇപ്പോഴും നിരൂപണം ചെയ്യാൻ സാമർഥ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് സാമർഥ്യമുള്ളത് എന്നുള്ള അവസ്ഥയാണ്. കാരണം സംസ്കൃത ഭാഷയിലാണ് ഗ്രന്ഥങ്ങളുള്ളത്. അത് വായിച്ചാൽ ശാസ്ത്ര പരിചയമില്ലാതെ മനസ്സിലാവില്ല. അപ്പം അത് വേണമെങ്കിൽ പിന്നീട് നിരൂപണം ചെയ്യാം ബൗദ്ധമതത്തിൽ എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കടന്നാൽ അത് വളരെ വിസ്തൃതമായ വിഷയമാണെന്നുള്ളതുകൊണ്ട്. ഇനി
സാഖ്യയോഗ വേദാന്തികളുടെ മതത്തിൽ, സാഖ്യമതം, യോഗമതം, വേദാന്തികളുടെ മതം, ഈ 3 മതത്തിലും, അതായത് വേദാന്തികളുടെ മതം എന്ന് പറഞ്ഞാൽ എല്ലാ വേദാന്തികളുടെയും മതം എടുക്കാം, അദ്വൈതം മാത്രമല്ല, വിശിഷ്ടാദ്വൈതമാകട്ടെ, ദ്വൈതമാകട്ടെ, എല്ലാം, എല്ലാവരുടെയും മതത്തിൽ ജ്ഞാനം എന്ന് പറയുന്ന പദാർത്ഥം വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ്. പ്രസിദ്ധമായിട്ടുള്ള സിദ്ധാന്തമാണ് ആത്മസ്വരൂപമേവ ജ്ഞാനം എന്നുള്ളത്. അപ്പോൾ പിന്നെ ജ്ഞാനം ഉണ്ടാവുന്നു നശിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ടാവുന്നതും നശിക്കുന്നതും ജ്ഞാനത്തിൻ്റെ അഭിവ്യക്തിയാണ്. ജ്ഞാനം ഉണ്ടാവുന്നില്ല, മറിച്ച് അഭിവ്യഞ്ജിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ വിഷയം തോറും ജ്ഞാനം അഭിവ്യഞ്ജിക്കുന്നു എന്നുള്ള ഭാഷയെ നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ടി വരും. സ്വരൂപേണ അത് ഉണ്ടാവുന്നില്ല, ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നില്ല, കാരണം ആത്മസ്വരൂപമാണ്. ഇപ്പോൾ ഉണ്ടാവുന്നില്ല, അഭിവ്യഞ്ജിക്കുകയാണ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അഭിവ്യഞ്ജകം എന്താണ് എന്നൊരു ചോദ്യം വരും. എന്താണ് അതിനെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ അന്ധക്കരണ വൃത്തിയെ അവിടെ കൊണ്ടുവരുന്നത്. അന്ധക്കരണ വൃത്തിയാണ് ജ്ഞാനത്തെ, ആത്മസ്വരൂപഭൂതമായിരിക്കുന്ന ജ്ഞാനത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്. അപ്പൊ അഭിവ്യഞ്ജകമായിരിക്കുന്ന അന്ധക്കരണ വൃത്തിയുടെ സംബന്ധം കൊണ്ട് ആത്മസ്വരൂപഭൂതമായ ജ്ഞാനം ഓരോരോ വിഷയം തോറും അഭിവ്യഞ്ജിക്കുന്നു. എന്താണ് ഈ അഭിവ്യഞ്ജിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിബിംബിക്കലാണ് അഭിവ്യഞ്ജിക്കൽ എന്ന് പറയും. പലതരത്തിൽ അതിനെ നിരൂപിക്കാവുന്നതാണ്. പൊതുവെ പറയുമ്പോൾ പ്രതിബിംബിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ ആവരണം നിവർത്തിക്കൽ എന്ന് പറയാം. പലതരത്തിലുള്ള പ്രക്രിയക്കനുസരിച്ച് അങ്ങനെ രീതിയിൽ നിരൂപിക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ സാഖ്യയോഗാദി സാധാരണീയന പറയണമെങ്കിൽ ആവരണ നിവൃത്തി എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രതിബിംബിക്കുക എന്ന് തന്നെ പറയണം. വളരെ നിഷ്കർഷയായിട്ട് യോഗദർശനത്തിൽ ആ ഒരു ഭാഷ അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ധക്കരണ വൃത്തിയിൽ ആത്മസ്വരൂപം പുരുഷൻ എന്നാണല്ലോ ആത്മാവിനെ വിളിക്കുന്ന പേര് സാഖ്യയോഗ സമ്പ്രദായത്തിൽ. അപ്പോൾ പുരുഷൻ അഭിവ്യഞ്ജിക്കുന്നു എന്നിങ്ങനെ വ്യക്തമായിട്ട് സാഖ്യ യോഗാദി ഗ്രന്ഥങ്ങളിൽ എഴുതി കാണാം. അപ്പോൾ വൃത്തിയുടെ സംബന്ധം കൊണ്ട്, അന്ധക്കരണ വൃത്തി പരിണാമം കൊണ്ട് ഈ ആത്മസ്വരൂപഭൂതമായിരിക്കുന്ന ജ്ഞാനം അഭിവ്യഞ്ജിക്കുന്നു. ഈ അഭിവ്യക്തി എന്ന് പറയുന്നത് താത്കാലികമായതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവുന്നു നശിക്കുന്നു എന്നിങ്ങനെയുള്ള വ്യവഹാരങ്ങൾ സിദ്ധിക്കുന്നു എന്ന് നിരൂപിക്കാൻ സാധിക്കും. അതിൽ ഈ ജ്ഞാനത്തിൻ്റെ, ആത്മസ്വരൂപഭൂതമായ ജ്ഞാനത്തിൻ്റെ അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്നത് അന്ധക്കരണ വൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് ഈ അന്ധക്കരണ വൃത്തിയെയും ജ്ഞാനം എന്ന് പറയാറുണ്ട് എന്നുള്ളൊരു വിശേഷം കൂടി ഉണ്ട് അതിന്. കാരണം നമ്മൾ അന്ധക്കരണ വൃത്തിയെയാണ് നമുക്ക് പരിചയം. അന്ധക്കരണ വൃത്തിയായിട്ട് പരിചയമില്ലെങ്കിലും എന്തോ ഒന്ന് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. കണ്ണ് തുറക്കുന്ന സമയത്ത് എന്തോ ഒന്ന്, ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് പുതുതായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്, സംശയമില്ല. ആ ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ളത് അന്ധക്കരണ വൃത്തിയാണോ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലെങ്കിലും എന്തോ ഒന്ന് ഉണ്ടാവുന്നു എന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ട്. ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് എന്താണ്? അന്ധക്കരണ വൃത്തിയാണെന്നുള്ളത് കൊണ്ട് ആ അന്ധക്കരണ വൃത്തിയാൽ അഭിവ്യക്തമായിരിക്കുന്ന ചൈതന്യമാണ് വാസ്തവത്തിൽ ജ്ഞാനം എങ്കിലും അതിനെ അഭിവ്യഞ്ജിപ്പിക്കുന്ന അന്ധക്കരണ വൃത്തിയെയും ജ്ഞാനം എന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ ജന്യജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്ധക്കരണ വൃത്തിജ്ഞാനം എന്ന് പറയും. അതിനെ വെച്ചിട്ടാണ് വൃത്തിജ്ഞാനം, സാക്ഷിജ്ഞാനം എന്നിങ്ങനെ വേദാന്ത പരിഭാഷ മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വിഭജിക്കുന്നത്. സാക്ഷിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം, വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്ധക്കരണ വൃത്തി പ്രതിബിംബിത ജ്ഞാനം. ഈ രീതിയിലാണ് അതിനെ വിശദീകരിക്കാറുള്ളത്. അപ്പം ഇങ്ങനെ ഈ വേദാന്ത രീതിയിലുള്ള ആ ഒരു പ്രത്യേകത പറഞ്ഞു. മിക്കവാറും ഈ രീതിയൊക്കെ സാഖ്യന്മാർക്കും യോഗികൾക്കും ഒക്കെ തുല്യമാണ്. യോഗമതത്തിലും സാഖ്യമതത്തിലും ഒക്കെ ഈ പറയുന്ന രീതിയിലുള്ള അഭിവ്യക്തി, സാക്ഷി, ഇതൊക്കെ ഉണ്ട്. ഇത്തരം വ്യവഹാരങ്ങളൊക്കെ അവരുടെ മതങ്ങളിലുണ്ട്. കേവലം മിഥ്യാത്വ വ്യവഹാരമില്ല. താതാത്മ്യേന അധ്യാസ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പ്രക്രിയയൊക്കെ എല്ലാവർക്കും തുല്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. വൃത്തി നിർഗമിക്കുന്നു, വിഷയാകാരേണ പരിണമിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ അവർക്കും ഉണ്ട്. അപ്പോൾ അവരുടെയും ഈ ജ്ഞാനോത്പത്തി പ്രക്രിയ നിരൂപിക്കുന്നത് ഏതാണ്ട് വേദാന്തികൾ നിരൂപിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. എന്തിനു വേണ്ടി വൃത്തി നിർഗമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിവ്യഞ്ഗ്യഭാവ സംബന്ധാർത്ഥ വൃത്തി, അഭിവ്യഞ്ജിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് യോഗ സിദ്ധാന്തത്തിൽ എടുത്തു പറയാറുണ്ട്.
അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി മീമാംസക മതം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മീമാംസക മതത്തിൽ അതിൽ ഭാട്ടമതം, പ്രാഭാകരമതം. ഭാട്ടമതത്തിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ തന്നെ ഒരു പരിണാമമാണ്. ശ്രദ്ധിക്കണം, ആത്മാവിൻ്റെ തന്നെ ഒരു പരിണാമമാണ്. വിവർത്തം എന്നുള്ള ഭാഷ വേണ്ട, പരിണാമം തന്നെ. മൃത്ത് ഘടമായിട്ട് പരിണമിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു സജാതീയ പരിണാമം. അങ്ങനെയാണ്, അതാണ് ജ്ഞാനം. ഇതാണ് ഭാട്ടമതത്തിലുള്ള കൺസെപ്റ്റ്, സജാതീയ പരിണാമം. അപ്പോൾ ആത്മാവിന് പരിണാമം ഉണ്ടെങ്കിൽ ആത്മാവ് അനിത്യമായി പോവില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ സാരല്ലേ, കൂടസ്ഥ നിത്യത്വം വേണ്ടാത്രേ ഉള്ളൂ, പരിണാമ നിത്യത്വം മതി ആത്മാവിന്. ആത്മാവ് നിത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമി നിത്യത്വം, കൂടസ്ഥ നിത്യത്വം, രണ്ട് തരത്തിലുള്ള നിത്യത്വം പറയാറുണ്ട്. പരിണമിക്കുന്ന സമയത്തും തദേവേദം ഇത് ബുദ്ധിർ എത്ര ബുദ്ധിർ ന വിഹന്യത്തെ തത് പരിണാമി നിത്യം എന്ന സമന്വയാധികരണത്തിലെ ഭഗവത്പാദ ഭാഷ്യം. യസ്മിൻ വിക്രിയമാണേ സതി തദേവേദം ഇത് ബുദ്ധിർ ന വിഹന്യത്തെ തത് പരിണാമി നിത്യം. മൃത്ത മുതലായ പദാർത്ഥങ്ങൾ ഘടാദ്യാകാരേണ വികാരം പ്രാപിക്കുമ്പോഴും അതുതന്നെയാണ് ഇത് എന്നുള്ള ബുദ്ധി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ നിലയ്ക്ക് അത് നിത്യമാണെന്ന് പറയാം. പരിണാമി നിത്യം, പരിണമിക്കുമ്പോഴും നിത്യമായിട്ട് കണക്കാക്കുന്ന ഒരവസ്ഥ. വാസ്തവത്തിൽ അത് മുഖ്യം നിത്യത്വമല്ല എന്നുള്ള നിലയ്ക്ക് വേദാന്തികൾ ആ പക്ഷത്തെ നിരാകരിക്കുന്നുണ്ട്. ഈ ആത്മാവ് പരിണാമി നിത്യമാണെന്ന് പറഞ്ഞുകൂടാ, കൂടസ്ഥ നിത്യത്വം തന്നെ വേണം. അപ്പോഴേ ശ്രുതികളുടെ അഭിപ്രായം നമുക്ക് ശരിയായിട്ട് വിവരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടസ്ഥ നിത്യത്വം ആത്മാവിൻ്റെ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വേദാന്തത്തിൻ്റെ രീതി അങ്ങനെയാണ്. പക്ഷെ ഭാട്ടമതത്തിൽ ഈ പറഞ്ഞ പോലെ ആത്മാവ് ജ്ഞാനാകാരേണ പരിണമത എന്നൊരു രീതിയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ആത്മാവിൻ്റെ തന്നെ എന്താ പറയേണ്ട ഒരു ഫോർമേഷനാണ് ഈ ജ്ഞാനം എന്ന് പറയാം. ഒരു ഗുണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, ആത്മാവിൻ്റെ തന്നെ ഒരു അവസ്ഥാവിശേഷം ആയിട്ടാണ് ജ്ഞാനത്തെ കണക്കാക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ പ്രതിബിംബിതത്വം എന്ന് പറയുമ്പോഴും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല. പരിണമിക്കുക എന്നുള്ള വാക്ക് നമുക്ക് കുറച്ച് അപകടകാരിയാണ്. അതുകൊണ്ടാണ് അഭിവ്യക്തി എന്നുള്ള പക്ഷം എടുത്തത്. അഭിവ്യഞ്ജിക്കുന്ന സമയത്ത് പരിണമിക്കലില്ല. അഭിവ്യഞ്ജിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിബിംബിക്കുക എന്നർത്ഥമല്ലേ. ബിംബവും പ്രതിബിംബവും വേറെ അല്ല എന്നുള്ള പക്ഷത്തിലാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ പരിണമിക്കുക എന്നുള്ള പറയുന്നതിനേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. പരിണമിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ദോഷങ്ങൾ പ്രതിബിംബിക്കുന്നു എന്ന് പറയുമ്പോൾ അതില്ല. അത് പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പ്രതിബിംബിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ്, ബിംബ ഭാവം നിരൂപിക്കുന്ന സമയത്ത് കുറേ നിയമങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും പരിണമിക്കുന്നു എന്ന് പറയുന്ന സമയത്തുള്ള അനിത്യത്വ ദോഷം ഈ പ്രതിബിംബിക്കുന്നു എന്ന് പറയുന്ന സമയത്തില്ല. അതുകൊണ്ട് അഭിവ്യഞ്ജിക്കുക എന്നുള്ളതിന് പ്രതിബിംബിക്കുക എന്നർത്ഥം പറയണം എന്ന് വേദാന്തികൾ സാഖ്യന്മാരൊക്കെ നിഷ്കർഷിക്കുന്നു. കാരണം ഈ മൂന്ന് കൂട്ടർക്കും, സാഖ്യന്മാർക്കും യോഗികൾക്കും വേദാന്തികൾക്കും ആത്മസ്വരൂപം കൂടസ്ഥ നിത്യമാണ്, ശ്രുതിയെ അവലംബിച്ച് കണക്കാക്കുന്ന സിദ്ധാന്തമാണ്. അതുകൊണ്ട് അത് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ അവർ കണക്കാക്കുന്നു. ഇനി പ്രാഭാകര മതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രാഭാകര മതത്തിൽ ഏറെക്കുറെ നൈയായിക മതം പോലെ തന്നെയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ജന്യമായ ഗുണമാകുന്നു, ജന്യഗുണം തന്നെയാണ്. സമവായ സംബന്ധത്തെയും പ്രാഭാകരന്മാർ അംഗീകരിക്കുന്നുണ്ട്, ഭാട്ടന്മാരെ സമവായ സംബന്ധത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നൈയായികന്മാർ പറയുന്ന പോലെ തന്നെ ആത്മാവിൽ സമവായ സംബന്ധേന ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ജ്ഞാനം എന്നുള്ളത് പ്രാഭാകര മീമാംസകന്മാർക്കും സമ്മതമാകുന്നു. എന്നാൽ പിന്നെ എന്താണ് വലിയൊരു വ്യത്യാസം നൈയായിക മതത്തിൽ നിന്ന് പ്രാഭാകര മതത്തിലുള്ളത് എന്നാണെങ്കിൽ, ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജന്യഗുണമാണെങ്കിലും ജ്ഞാനം സ്വപ്രകാശമായിരിക്കുന്ന ഒരു പദാർത്ഥമാണ്. ജ്ഞാനം സ്വപ്രകാശമാണ്, പക്ഷെ ആത്മാവല്ല. ആത്മാവും ജ്ഞാനവും വേറെ തന്നെയാണ്. ആത്മാവ് ഗുണി, ജ്ഞാനം ഗുണ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ആത്മാവ് സ്വപ്രകാശമല്ല. പ്രാഭാകര മതത്തിൽ ആത്മാവ് സ്വപ്രകാശകമല്ല, ആത്മാവിൻ്റെ ജ്ഞാനം സ്വപ്രകാശമാണ്. എന്താണ് ഈ സ്വപ്രകാശം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളേണ്ടതെന്ന് ചോദിച്ചാൽ, സ്വജ്ഞാനായ ജ്ഞാനാന്തരം നാപേക്ഷ്യത, സ്വപ്രകാശായ ജ്ഞാനാന്തരം നാപേക്ഷ്യത, തത് സ്വപ്രകാശം.
തന്നെ അറിയുന്നതിന് വേണ്ടി മറ്റൊരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ സ്വപ്രകാശം എന്ന് വിളിക്കാം. അതായത് ജ്ഞാനത്തെ അറിയാൻ മറ്റൊരു ജ്ഞാനം ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം സ്വപ്രകാശം എന്ന് പറയാൻ സാധിക്കും. നൈയായിക മതത്തിൽ ജ്ഞാനം സ്വപ്രകാശമല്ല. കാരണം ജ്ഞാനം അറിയുന്നത് മറ്റൊരു ജ്ഞാനം കൊണ്ടാണ്. വ്യവസായം, അനുവ്യവസായം എന്നിങ്ങനെ വിഭജിക്കുന്നു. വ്യവസായത്തെ അറിയുന്നത് അനുവ്യവസായം കൊണ്ടാണ്. അപ്പോൾ ജ്ഞാനം എപ്പോഴാണ് നമുക്ക് അറിയപ്പെടുന്നത്? മറ്റൊരു ജ്ഞാനത്തിന് വിഷയമാവുമ്പോൾ മാത്രമാണ് ജ്ഞാനം അറിയപ്പെടുന്നത്. ഇതാണ് നൈയായിക മതം. വൈശേഷികന്മാരുടെയും മതം അതാണ്. മീമാംസകന്മാരുടെ, ഭാട്ടന്മാരുടെയും മതം ഇത് തന്നെയാണ്. ഇത് തന്നെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ജ്ഞാതതാലിംഗക അനുമതി എന്ന് പറയും. അതിനെക്കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും മറ്റൊരു ജ്ഞാനത്തിന് വിഷയമാവുമ്പോൾ മാത്രമാണ് ജ്ഞാനം അറിയപ്പെടുന്നത് എന്നുള്ള പക്ഷത്തിൽ നിൽക്കുമ്പോൾ ജ്ഞാനം സ്വപ്രകാശമല്ല. പക്ഷേ ജ്ഞാനത്തിനെ അറിയാൻ മറ്റൊരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അത് തന്നെ സ്വയം അവനവനെ തന്നെ അറിയിപ്പിച്ചുകൊള്ളും എന്ന് പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ സ്വപ്രകാശത്വം. അപ്പോൾ പ്രാഭാകര മതത്തിൽ ജ്ഞാനം സ്വപ്രകാശമാണ്. ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഭാമതിയിലൊക്കെ പല സന്ദർഭങ്ങളും വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. പ്രാഭാകര മതേന ചോദയതി എന്നൊക്കെ അവതാരിക കാണാം. അപ്പം എന്താണ് ഈ പ്രാഭാകര മതം? സംവിത് അനിത്യ സംവിത് സ്വപ്രകാശ എന്ന് പറഞ്ഞിട്ട് സംവിത് സ്വപ്രകാശത്വം നിരൂപിക്കുന്ന ഭാമതിയെടുത്ത ഭാഗം. ആ ഭാഗത്തിനൊക്കെ നമുക്ക് അർത്ഥബോധം കിട്ടണമെങ്കിൽ അത് ആരുടെ പക്ഷത്തു നിന്നാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കണം. അപ്പോഴേ ആ ഗ്രന്ഥപംക്തിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതിനാണ് പറയുന്നത് ഈ പ്രാഭാകര മതത്തിൽ ജ്ഞാനം സ്വപ്രകാശമാണ്, അതേസമയം ജ്ഞാനാധികരണമായിരിക്കുന്ന ആത്മാവ് സ്വപ്രകാശമല്ല. വേദാന്തി മതത്തിൽ നമുക്കറിയാം സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാനം മറ്റൊരു വസ്തുവായിട്ട് കണക്കാക്കുന്നില്ല. സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാനസ്വരൂപം തന്നെയാണ് ആത്മാവ്. അവിടെ ആധേയാധികരണ ഭാവമില്ല. ആധേയാധികരണ ഭാവത്തോടു കൂടി ഇരിക്കുന്നത് വൃത്തിരൂപമായ ജ്ഞാനമാണ്. വൃത്തിരൂപമായ ജ്ഞാനം ആത്മാവല്ല. വൃത്തിരൂപമായ ജ്ഞാനം അന്ധക്കരണ വൃത്തിയുടെ പരിണാമമാണ്, അത് ആത്മാവല്ല. അതേസമയം സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാനം അതെന്ത് ജ്ഞാനാണ്? സ്വരൂപജ്ഞാനമാണ്, വൃത്തിജ്ഞാനമല്ല. വൃത്തിരൂപമായ ജ്ഞാനം സ്വപ്രകാശമല്ല. വൃത്തിയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം സ്വപ്രകാശമാണ്, പക്ഷെ വൃത്തി സ്വപ്രകാശമല്ല. വൃത്തി അന്ധക്കരണത്തിന്റെ പരിണാമമാണ്, ജഡമാണ്. അതേസമയം സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാന പദാർത്ഥം എന്തൊന്നുണ്ടോ അത് ആത്മാവ് തന്നെയാണെന്നുള്ള വേദാന്ത മതം പ്രസിദ്ധമാണ്. പ്രാഭാകരന്മാർ അങ്ങനെ സ്വീകരിക്കുന്നില്ല. പ്രാഭാകര മതത്തില് എല്ലാ ജ്ഞാനത്തിലും ആത്മാവ് വിഷയമാവുന്നുണ്ട്. വിഷയമാവുക എന്ന് പറയരുത്, ആത്മാവ് പ്രകാശിക്കുന്നുണ്ട്. ജ്ഞാനം തൻ്റെ ആശ്രയത്തെ പ്രകാശിപ്പിക്കുന്നു, തൻ്റെ വിഷയത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് പ്രാഭാകര മതം. തന്നെയും പ്രകാശിപ്പിക്കുന്നു. വീണ്ടും പറയാം, സ്വപ്രകാശമായ ജ്ഞാനം തന്നെയും തൻ്റെ ആശ്രയമാകുന്ന ആത്മാവിനെയും തൻ്റെ വിഷയമാകുന്ന ഘടാദികളെയും ഒരുമിച്ച് പ്രകാശിപ്പിക്കുന്നു. ഇതാണ് പ്രാഭാകര മതം. ആത്മാ ആശ്രയതയാ ഭാസത്തെ, വിഷയ വിഷയതയാ ഭാസത്തെ എന്ന് ശാസ്ത്രീയ ഭാഷയിൽ പറയും. അപ്പോൾ എല്ലാ ജ്ഞാനങ്ങളും അഹം ഘടം ജാനാമി, അഹം പടം ജാനാമി, അഹം വന്യം ജാനാമി, ഇങ്ങനെയാണ്. ഈ അഹം എന്നുള്ള അംശം ഉൾക്കൊള്ളാത്ത ഒരു ജ്ഞാനവും ഇല്ല. എല്ലാ ജ്ഞാനത്തിലും അഹം എന്നുള്ള ഒരു പദാർത്ഥം ആത്മാവ് പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ആശ്രയം എന്നുള്ള നിലയ്ക്കാണ്. അതാണ് ആശ്രയതയാ ഭാസത്തെ. വിഷയ വിഷയതയാ ഭാസത്തെ, ജ്ഞാനം സ്വേനൈവ ഭാസത്തെ. ഇതാണ് പ്രാഭാകര മതം. ഈ മതത്തെ വിമർശിച്ചുകൊണ്ടാണ് മേലയ്ക്ക് ഈ ആത്മാവിൻ്റെ സ്വപ്രകാശ ജ്ഞാനാത്മകത്വത്തെ വേദാന്ത മതം വേദാന്ത സിദ്ധാന്തത്തിൽ നിരൂപണം ചെയ്യുന്നത്. അപ്പോൾ ഇത് വേദാന്ത മതത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വസ്തുവിനെയെങ്കിലും സ്വപ്രകാശമായിട്ട് അവർ കണക്കാക്കിയല്ലോ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മേൽപ്പെട്ട് പോയാൽ മതി. കാരണം ഏതെങ്കിലും ഒരു വസ്തു ഒന്നെങ്കിലും സ്വപ്രകാശമായിട്ട് കണക്കാക്കിയിട്ടില്ല ഈ ലോകത്ത് എങ്കിൽ അനവസ്ഥ എന്നുള്ള ദോഷം വരും. അതുകൊണ്ട് എന്തെങ്കിലും ഒന്നിനെയെങ്കിലും, ഒരു വസ്തുവിനെയെങ്കിലും സ്വപ്രകാശമായിട്ട് കണക്കാക്കണം എന്നുള്ള നിലയ്ക്കാണ് പ്രാഭാകരന്മാർ ജ്ഞാനത്തിനെ സ്വപ്രകാശമാക്കി അവരോധിച്ചത്.
ഇതേപോലെ ബൗദ്ധമതത്തിലും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയാൻ മറന്നു. ബൗദ്ധമതത്തിലും ഈ ക്ഷണിക വിജ്ഞാനം സ്വപ്രകാശമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. ക്ഷണിക വിജ്ഞാനം എന്ന് പറയുന്ന ആ വിജ്ഞാനം അത് സ്വപ്രകാശമാണ്. ബൗദ്ധമതത്തിലും അങ്ങനെ തന്നെയാണ്. ഭാട്ടമീമാംസകന്മാരുടെ മതത്തിലാകട്ടെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാനേ സാധിക്കില്ല. പിന്നീട് എങ്ങനെയാണ് അതിനെ അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനം ഉണ്ടായി എന്നത് ഊഹിക്കുകയാണ് ചെയ്യുന്നത്, പിന്നീട് അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അനുമാനിക്കാൻ സാധിക്കുന്നത് എന്നാണെങ്കിൽ, ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണോ നമുക്കുണ്ടായത് ആ വിഷയം നമ്മളുടെ മുമ്പിൽ പ്രകടമാവുന്നു. അപ്പോൾ വിഷയം ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജ്ഞാനം ഉണ്ടായിട്ടുണ്ടാവണം. ജ്ഞാനം ഉണ്ടാവാതെ ഒരിക്കലും വിഷയം പ്രകടമാവുകയില്ലല്ലോ എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അങ്ങനെ വിഷയം പ്രകടമാവുന്നതിനെ മുൻനിർത്തിയിട്ട് ജ്ഞാനം ഉണ്ടായി എന്നത് ഊഹിക്കുകയാണ് ചെയ്യുന്നത്, അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷയത്തിൽ പ്രകടത എന്ന് പറയുന്ന ഒരു ധർമ്മം, പ്രാകട്യം, ജ്ഞാതത എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഈ ജ്ഞാതത, ജ്ഞാതത്വം, ജ്ഞാതമായിരിക്കൽ, അറിയപ്പെടൽ എന്നൊരു ധർമ്മം വിഷയത്തിൽ സംഭവിക്കുകയും അത് കണ്ടിട്ട് തനിക്ക് ജ്ഞാനമുണ്ടായി എന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു. കാരണം ഇന്ദ്രിയാദികൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? വിഷയത്തെ കാണിക്കാൻ വേണ്ടിയാണ്, ജ്ഞാനത്തെ കാണിക്കാൻ വേണ്ടിയല്ല. കണ്ണ് തുറന്നത് എന്തിനു വേണ്ടിയാണ്? മുമ്പിലുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയാണ്, ജ്ഞാനത്തെ കാണാൻ വേണ്ടിയല്ല. അപ്പൊ എന്തിനു വേണ്ടിയാണോ കണ്ണ് തുറന്നത് അതിനെ മാത്രമേ കണ്ണ് കാണിച്ചു തരുള്ളൂ. അപ്പൊ കാണൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്ന സാധനത്തിനെ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? കണ്ണുകൊണ്ടല്ല. കണ്ണ് വിഷയത്തിനെ അറിയാനേ കൊള്ളുള്ളൂ. അറിവിനെ അറിഞ്ഞത് എങ്ങനെയാണ്? അറിവിനെ ഊഹിക്കുകയാണ് ചെയ്തത്. അറിവ് ഒരിക്കലും പ്രത്യക്ഷമല്ല. എനിക്ക് ജ്ഞാനമുണ്ടായി എന്നത് പ്രത്യക്ഷമായിട്ട് നമ്മൾ അറിയുന്നതേ ഇല്ല, അനുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മതമാണ് ഭാട്ടമീമാംസകന്മാർക്കുള്ളത്. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഏതാണ്ട് പ്രസിദ്ധ ദർശനങ്ങളിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും വളരെ ചുരുക്കത്തിൽ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇനി മറ്റ് വേദാന്തികളുടെ മതത്തിലും ചെറിയ വ്യത്യാസങ്ങൾ വേണമെച്ചാൽ കാണിക്കാവുന്നതാണ്. രാമാനുജ മതത്തില്, മധ്വമതത്തില് ആത്മാവിനെ നമ്മൾ സാക്ഷി എന്ന് പറയുന്ന ആത്മസ്വരൂപം ഉണ്ടല്ലോ, അതിനെ ഒരു ഇന്ദ്രിയമായിട്ട് കണക്കാക്കുന്നുണ്ട്. ആത്മാവ് സ്വയം ഒരു ഇന്ദ്രിയമാണ്, ഇന്ദ്രിയം എന്നുള്ള ഒരു സംജ്ഞ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ മതി. അവർക്ക് പല പ്രത്യേകതകളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണത്. സാക്ഷി എന്ന് പറയേണ്ട സ്ഥാനത്ത് ആത്മാവിനെ തന്നെയാണ് നമ്മൾ എന്തിനെയാണോ നമ്മുടെ അദ്വൈത വേദാന്തത്തിൽ സാക്ഷി എന്ന് പറയുന്നത്, ആത്മസ്വരൂപത്തെ, അതേ ആത്മസ്വരൂപത്തെ ഇന്ദ്രിയം എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ജന്യജ്ഞാനത്തിനെ വേറെ അംഗീകരിക്കുന്നുണ്ട്. രാമാനുജ മതത്തിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആത്മസ്വരൂപഭൂതമായ ജ്ഞാനം, അതേസമയം നൈയായികന്മാർക്ക് പറയുന്നത് പോലെ തന്നെ ഒരു ധർമ്മഭൂത ജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. നൈയായികന്മാർ ഗുണം എന്ന് പറയുന്ന സ്ഥാനത്ത് രാമാനുജ വേദാന്തികൾ ധർമ്മഭൂത ജ്ഞാനം എന്നൊരു വാക്ക് പ്രയോഗിക്കും. അവരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ ധർമ്മഭൂത വിജ്ഞാനം എന്നൊരു പേര് കാണാം. ഈ ധർമ്മഭൂത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായി നശിക്കുന്നത് അറിവുകൾ, എല്ലാ അറിവുകൾക്കും ഉള്ള പേരാണ് ധർമ്മഭൂതജ്ഞാനം, ധർമ്മഭൂതജ്ഞാനം എന്ന്. അതിനെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ട് അവർക്ക്. അതിപ്പോൾ നമുക്ക് വലിയ പ്രസക്തമല്ല. അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാര്യമായിട്ടൊന്നും അവരുടെ സിദ്ധാന്തം അനുവാദം ചെയ്ത് ഖണ്ഡിക്കുന്നതൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് അത്രയൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ ഒരു വാക്കുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജ്ഞാനസ്വരൂപം എന്ത്, അതാത് ദർശനങ്ങളിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നിരൂപണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കടക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ പ്രഭേദങ്ങളെക്കുറിച്ചാണ്. അനേകം പ്രഭേദങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും അല്ല ഉള്ളൂ. വളരെ അധികം പ്രഭേദങ്ങൾ ജ്ഞാനത്തിനുണ്ട്. പ്രത്യക്ഷം, പരോക്ഷം എന്നൊരു വിഭാഗം. പ്രത്യക്ഷത്തിൽ ലൗകികം, അലൗകികം, ലൗകിക പ്രത്യക്ഷം, അലൗകിക പ്രത്യക്ഷം. അതിൽ ലൗകിക പ്രത്യക്ഷം 6 തരത്തിൽ, അലൗകിക പ്രത്യക്ഷം 3 തരത്തിൽ. പിന്നെ അനുഭവം, സ്മൃതി എന്നൊരു വിഭാഗം. പിന്നെ യഥാർത്ഥജ്ഞാനം, അയഥാർത്ഥജ്ഞാനം എന്നൊരു വിഭാഗം. അതിൽ അയഥാർത്ഥജ്ഞാനത്തിന് സംശയം, വിപര്യം, തർക്ക, സംശയ, വിപര്യ, തർക്ക എന്നൊരു വിഭാഗം. പിന്നെ വീണ്ടും അനുഭവത്തിന് പ്രമാ, ഭ്രമ
എന്നൊരു വിഭാഗം. പ്രമാ ഭ്രമ ഉഭയഭിന്നം ജ്ഞാനം, രണ്ടുമല്ലാത്ത ജ്ഞാനം. പ്രമയുമല്ല ഭ്രമവുമല്ല. പ്രമയിലും വിഭാഗമുണ്ട്. പ്രമാണജന്യാ പ്രമ, തത് അജന്യാ പ്രമ, രണ്ടു തരത്തിലും വരാം. അതിൽ വേദാന്തികളുടെ മതത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സവികൽപ്പകം നിർവികൽപ്പകം എന്നൊരു വിഭാഗം പ്രസിദ്ധമാണ്. ഇനി സവികൽപ്പക നിർവികൽപ്പക ഉഭയാത്മകമായിരിക്കുന്ന ജ്ഞാനം അങ്ങനെയുണ്ട്. ഇനി പ്രമയിൽ തന്നെ സർവാംശേന പ്രമ കിഞ്ചിതംശേന പ്രമ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ വ്യവസായ അനുവ്യവസായ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം. പിന്നെ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള വിഭാഗം അനുഭവ അനേകവിധ, പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദബോധ, അർത്ഥാപത്തി, അനുപലബ്ധി എന്നിങ്ങനെ ഓരോ ദർശനങ്ങളിലും അംഗീകരിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് അനുഭവത്തിൻ്റെ വൈവിധ്യം. പിന്നെ സംശയ നിശ്ചയ എന്നൊരു വിഭാഗം, അഭിജ്ഞ പ്രത്യഭിജ്ഞ എന്നൊരു വിഭാഗം. പിന്നെ ഈ ഭ്രമത്തിനെ തന്നെ പലതരത്തിൽ, ഭ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ഭ്രമത്തെ പലതരത്തിൽ വിഭജിക്കുന്നുണ്ട്. വിസംവാദി ഭ്രമ, അവിസംവാദി ഭ്രമ, സോപാധിക ഭ്രമ, നിരുപാധിക ഭ്രമ, സാദൃശ്യമൂല ഭ്രമ, തദ്ഭിന്ന ഭ്രമ, അങ്ങനെ കുറേ പറയാൻ കഴിയും. പിന്നെ അനുഭവത്തിന് ആഹാര്യജ്ഞാനം അനാഹാര്യജ്ഞാനം എന്നൊരു വിഭാഗമുണ്ട്. ഇതിൽ ആഹാര്യജ്ഞാനത്തിന് നിയതാഹാര്യം അനിയതാഹാര്യം എന്നൊരു വിഭാഗമുണ്ട്. ഇനി അപേക്ഷാബുദ്ധി എന്ന് പറയുന്ന ഒരു ജ്ഞാനം ഞാൻ നേരത്തെ പറയണ്ടായി. സംഭാവന എന്ന് പറയുന്ന ഒരു ജ്ഞാനം, സംശയ സമുച്ചയ ഇങ്ങനൊരു വിഭാഗമുണ്ട്. സമൂഹാലംബന ജ്ഞാനം അസമൂഹാലംബന ജ്ഞാനം അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പിന്നെ വിശേഷണജ്ഞാനം വിശിഷ്ടജ്ഞാനം വിശിഷ്ട വൈശിഷ്ട്യാവഗാഹി ജ്ഞാനം വിശേഷ്യ വിശേഷണം തത്രാപി വിശേഷണം ഇത്യവം രീത്യാ ജായമാനം ജ്ഞാനം, ഇങ്ങനെ കുറച്ച് ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ആപാതജ്ഞാനം സങ്കീർണജ്ഞാനം അല്ലെങ്കിൽ സമ്മുഗ്ധാകാരജ്ഞാനം എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗം. അപ്രാമാണ്യജ്ഞാന ആസ്കന്ദിതം അപ്രാമാണ്യജ്ഞാന അനാസ്കന്ദിതം എന്നൊരു വിഭാഗം. സാമാന്യ നിലയ്ക്ക് സാധാരണ ഗ്രന്ഥങ്ങളിൽ ഇത്രയൊക്കെ കിട്ടുള്ളൂ. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യായ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇനിയും ധാരാളം വിഭാഗങ്ങൾ കാണാൻ സാധിക്കും. സധർമ്മിതാവച്ഛേദകം ജ്ഞാനം നിർധർമ്മിതാവച്ഛേദകം ജ്ഞാനം അനിർധാരിത ധർമ്മികം ജ്ഞാനം നിർധാരിത ധർമ്മികം ജ്ഞാനം ഏകത്രദ്വയം ഇത് രീത്യാ ജായമാനം ജ്ഞാനം, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള വിഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യായഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, അത്തരം രീതിയിൽ എഴുതപ്പെട്ടുള്ള മറ്റു ശാസ്ത്രങ്ങളിലെ ഗ്രന്ഥങ്ങളിലും ഇതൊക്കെ കാണാൻ സാധിക്കും. ഇനി ഓരോ ജ്ഞാനത്തിൻ്റെ തന്നെ അവാന്തര വിഭാഗങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് അനുമിതി, പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെയും വീണ്ടും അവാന്തര വിഭാഗങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് പറയാൻ സാധിക്കും. അനുമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ പക്ഷതാവച്ഛേദകാവച്ഛേദേന അനുമതി, പക്ഷതാവച്ഛേദക സാമാനാധികരണ്യേന അനുമതി, ഇങ്ങനെയൊക്കെ അദ്വൈത സിദ്ധിയിലൊക്കെ തുടക്കത്തിൽ തന്നെ ഈ വിഭാഗം കാണിക്കുന്നുണ്ട്. സംശയാത്മികാനുമതി നിശ്ചയാത്മികാനുമതി എന്നൊരു വിഭാഗമുണ്ട്. ശാബ്ദബോധത്തിൽ അതുപോലെ തന്നെ പദജ്ഞാനം പദാർത്ഥ ഉപസ്ഥിതി ശാബ്ദബോധ, ഖലേകപോതന്യായേന ശാബ്ദബോധ, അതിൽ ഖണ്ഡബോധ അഖണ്ഡബോധ, അവാന്തരവാക്യാർത്ഥബോധ മഹാവാക്യാർത്ഥബോധ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ വിഭാഗങ്ങളാണ്. അപ്പോൾ ഇനിയും കുറച്ച് പറയാനുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ, ഇതിൻ്റെ വിവരണത്തിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ സമയമായി. ഒരു രണ്ട് സന്ദർഭങ്ങൾ, 2 തവണയെങ്കിലും ഒരു നിരൂപണം ചെയ്താൽ മാത്രമേ കുറേയെങ്കിലും ഈ വിഭാഗങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ഉദാഹരണം എന്നൊക്കെ രീതിയിൽ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല ഭാഗങ്ങളും എന്താണ് നിരൂപണം ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ശബ്ദങ്ങൾ വളരെ ധാരാളമായിട്ട് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. സമൂഹാലംബനാത്മകം ജ്ഞാനം ജായതേ പെട്ടെന്നാണ് പറയും, അതെന്താണ് സാധനം നമുക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോൾ എല്ലാം ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച എല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഇനിയും പലതും പറയാനുണ്ട്. ധാരാവാഹിക ജ്ഞാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയും പലതും ഓർമ്മിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 2 തവണയായിട്ട് ഈ വിഷയം പറഞ്ഞ് മുഴുമിക്കാം. അതിനകത്ത് ഇനിയും കുറച്ചും കൂടി ഓർത്തെടുക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇരുന്ന് ഒരു അരമണിക്കൂറിനകത്ത് ഓർത്തെടുത്ത് ഇത് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനിയും കുറച്ച് വിഭാഗങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ സാധിക്കും.
അപ്പം ഇത് ഒന്നിച്ച് നിങ്ങൾക്ക് ഈ വിഭാഗങ്ങൾ എവിടെ ഒരു പുസ്തകത്തിൽ എഴുതി കാണില്ല. അപ്പം അത് ഇങ്ങനെ ഒരു ഒന്നിച്ച് ഉൾക്കൊള്ളാൻ ഒരു പരിശ്രമം ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഗ്രന്ഥങ്ങളിൽ പഠിക്കുന്നതിന് ഉപയോഗപ്പെടും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അപ്പം എന്തായാലും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മുതൽക്ക് 1 or 2 ആഴ്ച, ചിലപ്പോൾ 3 ആഴ്ച വേണ്ടി വരും. ഇതിൽ പറഞ്ഞ ഓരോ സംജ്ഞകളും അതിൻ്റെ ഉദാഹരണവും ലക്ഷണവും പറഞ്ഞ് അതിനെ സരളമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമസ്കാരം.